കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം തടയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡയറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചെറിയ മാറ്റങ്ങളും അതുപോലെ തന്നെ ചെറിയ കുറച്ച് എക്സസൈസസും. 2 മുതൽ 3 ലിറ്റർ വെള്ളം വരെ ദിവസവും കുടിക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ് മുതലായവ ധാരാളം കഴിക്കുക. ഏറെ പ്രത്യേകിച്ച് പഴം, പപ്പായ, ഓട്സ്, ഇലക്കറികൾ മുതലായവ കഴിക്കുക. പിന്നെ പ്രോബയോട്ടിക്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് തൈര്, സംഭാരം, പിന്നെ ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളില്ലേ, അതായത് നമ്മുടെ ഇഡലി, ദോശ പോലുള്ളവയൊക്കെ കഴിക്കുന്നത് വഴി നമ്മുടെ ഡൈജഷൻ കൂടുകയും ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഫാസ്റ്റ് ഫുഡ്സ്, ഒരുപാട് എണ്ണയിൽ വറുത്തു കോരിയ ഭക്ഷണങ്ങൾ, പിന്നെ ഒരുപാട് കാപ്പി, ചായ മുതലായവ, അതുപോലെ തന്നെ മൈദയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും അവോയ്ഡ് ചെയ്യുക. ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തെ നമുക്ക് 3 സിമ്പിൾ എക്സസൈസ് വഴി അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തേത് നടക്കുക. ദിവസവും ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നടക്കുക. ഇതുവഴി നമ്മുടെ ഡൈജഷൻ ഇൻക്രീസ് ചെയ്യുകയും ബവൽ മൂവ്മെന്റ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് പവനമുക്താസന അല്ലെങ്കിൽ ദ വിൻഡ് റിലീവിംഗ് പോസ് ആണ്. ഇതിനായി ആദ്യം കൈകാലുകൾ വിരിച്ച് നടുനിവർത്തി കിടക്കുക. എന്നിട്ട് ഓരോ കാലുകളായി ആദ്യം ഒരു കാൽമുട്ട് നമ്മുടെ നെഞ്ചിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഒരു 10 തൊട്ട് 20 സെക്കൻഡ് വരെ അങ്ങനെ ഹോൾഡ് ചെയ്യുക. ഒരു കാലിന് ശേഷം അടുത്ത കാൽമുട്ട് നെഞ്ചിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു 10 തൊട്ട് 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം 2 കാൽമുട്ടും നെഞ്ചിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൈകൊണ്ട് അതിനെ നെഞ്ചിന്റെ അടുത്ത് പിടിച്ച് ഒരു 10 തൊട്ട് 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ബവൽ മൂവ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യുകയും നമുക്ക് ഡൈജഷന് സഹായിക്കുകയും ചെയ്യുന്നു. ഇത് കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ വളരെ നല്ലൊരു എക്സസൈസ് ആണ്. അടുത്തത് ഡീപ് ബ്രീത്തിങ് ആൻഡ് അബ്ഡോമിനൽ എക്സസൈസ് ആണ്. ഇതിനായി നമ്മൾ ശ്വാസം പതുക്കെ അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ബെല്ലി അല്ലെങ്കിൽ നമ്മുടെ അബ്ഡമൻ വികസിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എക്സ്ഹേൽ അല്ലെങ്കിൽ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അബ്ഡമൻ ചുരുക്കുക അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുക.